നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ ആണല്ലോ. ടോയ്സ്, നല്ല ടെഡി ബിയർ ഉണ്ട്, ചോക്ലേറ്റ്സ് എല്ലാം ഉണ്ട്. ഇതെല്ലാം ശരിക്കും എനിക്ക് എൻ്റെ പാർട്ട്ണർ മേടിച്ചു തന്നാണെങ്കിലും ഇത് കാണുമ്പോൾ എനിക്കൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഭയങ്കര ഒരു ഇൻറ്റൻസിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്നെ പോലെ ഈ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ? നമ്മളെല്ലാവരുടെ അടുത്ത്, നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ അടുത്തുനിന്നായിരിക്കാം, നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തുനിന്നായിരിക്കാം, ഒരു ബർത്ത്ഡേ വന്നാൽ അല്ലെങ്കിൽ ഒരു ആനിവേഴ്സറി വന്നാൽ, ഒരു വാലന്റൈൻസ് ഡേ വന്നാൽ നമ്മളെല്ലാം എല്ലാവർക്കും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റംസ് മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മൾ ട്രൈ ചെയ്യുന്നത്. പക്ഷേ ഈ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റംസിൽ നമ്മുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ആയിരിക്കാം, ആരാണെങ്കിലും സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്, എനിക്കിതൊക്കെ വാരിക്കോരി കിട്ടുന്നുണ്ടെങ്കിലും എന്തോ ഒരു കമ്പോണന്റ് അതിനകത്ത് മിസ്സിങ്ങാണ്. എന്താണെന്ന് ഞാനും കുറേ തവണ ആലോചിച്ച് നോക്കി. അങ്ങനെ ആലോചിച്ച് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എനിക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്നേഹത്തോടെയുള്ള ഒരു കെട്ടിപ്പിടുത്തം, അല്ലെങ്കിൽ ഒരു ഹഗ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു സന്തോഷം നിറഞ്ഞ ഒരു ചിരി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒക്കെ ഞാൻ സാറ്റിസ്ഫൈഡ് ആയി പോയേനെ ഒരു പക്ഷേ. അതാണ് മിസ്സിംഗ് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഞാൻ കൂടുതൽ ആലോചിച്ചു, കുറേ സിനിമകളൊക്കെ ഞാൻ കണ്ടു നോക്കി. അന്നേരമൊക്കെ എനിക്ക് എൻ്റെതായ കുറേ കോൺസെപ്റ്റുകൾ ഞാൻ അവിടെ ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഭയങ്കര ഡിഫറൻ്റ് ആയിരിക്കും. എനിക്ക് ഉണ്ടായിരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല എൻ്റെ പാർട്ട്ണറിന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇതിനകത്തുള്ള ഒരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്യണം. അത് ചിലപ്പോൾ ഒരു ക്വാളിറ്റി ഓഫ് ടൈം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും, ഒരു ഫിസിക്കൽ ടച്ച് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്നു, നമ്മുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുന്നു, നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പരിഗണന തരുന്നു. ഈ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നതാണ് ശരിക്കും ഒരു, എന്താണ് പറയുന്നത്, നമ്മൾ ശരിക്കും ഒരു കോൺസെപ്റ്റിൽ നമ്മൾ പറയുവാണെങ്കിൽ ഒരു റിയൽ ലവ് എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും കൊടുക്കുന്ന എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റംസിൽ മാത്രം നമ്മുടെ സ്നേഹങ്ങൾ ഒരിക്കലും ഒതുങ്ങി പോകരുത്. അതിനപ്പുറം നമ്മൾ നല്ല ഒരു ടൈം നമ്മുടെ കമ്പാനിയൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിൻ്റെ കൂട്ടത്തിൽ സ്പെൻഡ് ചെയ്തിട്ട് അവർക്കും നമുക്കും ഒരുപോലെ സന്തോഷം വരുന്ന ഒരു രീതിയിൽ ജീവിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം. ഇനി ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ക്വാളിറ്റി ഓഫ് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് നിങ്ങൾക്ക് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡിസ്കംഫർട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒറ്റ സുഹൃത്തായിട്ട് നിങ്ങൾക്ക് ഇതിനെ ഗൈഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. അപ്പം എന്ത് സഹായം ആവശ്യമാണെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം.